ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രോഗശാന്തി എന്നുള്ളൊരു സബ്ജക്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ദൈവവചനത്തിലൂടെ ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. രോഗം എന്ന വാക്കിന് സർവ്വസാധാരണമായി ആമേൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസുഖത്തെ സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ സാധാരണമായി ചിന്തിക്കുന്നത്. രോഗം സർവ്വസാധാരണമായി എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് രോഗം. വിവിധ രോഗങ്ങളെക്കുറിച്ചും രോഗികളെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം. നമ്മളിലും പലരും രോഗികളായി ഭാരപ്പെടുന്നവരാണ്. എന്നാൽ രോഗശാന്തി യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഒരു ട്രൂത്താണ്, അത് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതൊരു വ്യക്തിയുടെ സാധാരണ ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതും പല കാരണങ്ങളുണ്ട്. അത് സംഭവിക്കുന്നതിന് പല കാരണങ്ങളുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഓരോ രോഗത്തിനും അതിൻ്റെതായ പ്രത്യേക ലക്ഷണങ്ങളും ചികിത്സാ രീതികളും നമുക്കുള്ളതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു. പൊതുവായ ചില സ്വഭാവങ്ങൾ, രോഗലക്ഷണങ്ങൾ, കാരണങ്ങൾ, രോഗനിർണയം, അതിൻ്റെ ചികിത്സാ രീതികളൊക്കെ ഇന്ന് സമൂഹത്തിൽ പരക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രോഗശാന്തി എന്ന് പറയുന്ന വേദപുസ്തകത്തിൽ വളരെ ശക്തമായി ഊന്നൽ നിൽക്കുന്ന, അതിൽ വളരെ ശക്തമായി നമ്മോട് സംസാരിക്കുന്ന ഒരു ചിന്തയാണ് രോഗം അല്ലെങ്കിൽ രോഗശാന്തി എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ. ബൈബിൾ പറയുന്നതനുസരിച്ച് രോഗശാന്തി പ്രാപിപ്പാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൂടെ നാം തിരുവചനത്തിലൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പാപങ്ങളെ ഏറ്റുപറയുക ഒന്നാമത്. രോഗശാന്തി നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഒന്നാമത് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ യാക്കോബ് അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പാപങ്ങളെ ഏറ്റുപറയുന്നവന് രോഗശാന്തി. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയണം. പാപത്തിൽ ജീവിക്കുന്ന, പാപത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ രോഗശാന്തി നമുക്ക് പൂർണ്ണമായി പ്രാപിക്കാൻ കഴിയത്തില്ല. അപ്പൊ പാപമാണ് നമ്മുടെ രോഗത്തിനെല്ലാം കാരണമെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ആമേൻ. എങ്ങനെ പാപം മനുഷ്യരിൽ പ്രവേശിച്ചു? അനുസരണക്കേടാണ്. ഞാൻ മുൻപൊരു ചിന്തയിലൂടെ ഞാൻ പറഞ്ഞത്, അനുസരിക്കുന്നത് യാഗമെന്ന് പറയുമ്പോൾ തന്നെ അനുസരണക്കേടിലൂടെയാണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് മരണവും പാപവും ക്രൂരതയും കൊലപാതകവും മോഷണങ്ങളും ഇങ്ങനെ പാപത്തിന്റെ വലിയ സാധ്യതകൾ മനുഷ്യരിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ രോഗശാന്തി വരണമെങ്കിൽ നമ്മുടെ പാപങ്ങളിൽ നാം ഏറ്റുപറയണം. നാം അറിഞ്ഞും അറിയാതെയും നാം പാപങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. പാപത്തിന്റെ പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പാപത്തിന്റെ പ്രവൃത്തികളെ, പാപത്തിന്റെ സ്വഭാവത്തെ നാം മരിപ്പിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായൊരു മോചനം, പൂർണ്ണമായൊരു വിടുതൽ നമുക്ക് അതിലൂടെ ലഭിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് അപ്പോസ്തലൻ യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ ശക്തമായി നമ്മെ ഓർപ്പിക്കുന്നത്, പാപങ്ങളെ ഏറ്റുപറയുന്നതിലൂടെ നമുക്ക് രോഗശാന്തി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് രോഗം എന്താണെങ്കിലും, ക്യാൻസർ ആയാലും മറ്റ് ഏത് മാനുഷികമായ ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ, അത് പ്രഷർ, ഷുഗർ, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന പലവിധമായ രോഗങ്ങൾ, ആ രോഗങ്ങൾക്കൊക്കെ പൂർണ്ണമായ ഒരു വിടുതൽ നമുക്ക് ലഭിക്കുന്നു. അത് നാം നമ്മുടെ പാപത്തിൽ വസിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മോചനമില്ല. എന്നാൽ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുമ്പോൾ അതിലൂടെ നമുക്ക് രോഗശാന്തി ലഭിക്കുക ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി നാം നമ്മുടെ രോഗശാന്തി നമുക്ക് വരണമെങ്കിൽ യഹോവയെ നാം സേവിക്കുന്നതിലൂടെ നമുക്ക് രോഗശാന്തി ലഭിക്കുന്നതായിട്ടാണ് തിരുവചനത്തിലൂടെ നാം വായിക്കുമ്പോൾ നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ആമേൻ. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയും കൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാം കർത്താവിനെ സേവിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ അപ്പത്തെയും നമ്മുടെ വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കുക മാത്രമല്ല, നമ്മുടെ ഇടയിലുള്ള രോഗങ്ങളെ പോലും കർത്താവ് നീക്കിക്കളയുവാൻ മതിയായവനാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏതെങ്കിലും രോഗത്താൽ നിങ്ങൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്നെങ്കിൽ, യേശുക്രിസ്തുവിനെ ദൈവമായി സ്വീകരിക്കുന്നതിലൂടെ, അംഗീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് രോഗശാന്തി ജീവിതത്തിൽ വരികയാണ്.
എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ എനിക്കതിൽ പറയാനുണ്ട്. ഇതൊരു ലളിതമായ സന്ദേശമായതുകൊണ്ട് എനിക്ക് കൂടുതൽ വിശദീകരിക്കാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ അനേക കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയ അനേക വ്യക്തികൾ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള അവസരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. രോഗത്താൽ ഭാരപ്പെടുന്ന പല പ്രിയപ്പെട്ടവർക്കും രോഗശാന്തി അനുഭവിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വചനം പ്രമാണിക്കുന്നതിലൂടെയാണ് നമുക്ക് രോഗശാന്തി ലഭിക്കുന്നത്. അപ്പോൾ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ നാം അനുഭവിക്കുന്നതിലൂടെ, ആ ദൈവത്തെ നാം സ്വീകരിക്കുന്നതിലൂടെ, ആ ദൈവത്തെ നാം നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് രോഗശാന്തി വരുന്നതായിട്ടാണ് ആ വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമിക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അവിടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. മിസ്രയീമിക്ക് വരുത്തിയ വ്യാധികളൊന്നും ഞാൻ നിനക്ക് വരുത്തത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ദൈവത്തിന് അല്ലെങ്കിൽ നമുക്ക് സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. ഏത് രോഗത്തെയും കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ അവിടെ യേശു സൗഖ്യമാക്കിയ ധാരാളം രോഗികള്, ഭൂതബാധിതര്, അതുപോലെ കുഷ്ഠരോഗികള്, കുരുടര്, ചെകിടര്, മുടന്തര്, കൂനുള്ളവര്, പൈശാചിക ബാധയുള്ളവര്, ഇങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ യേശുവിലൂടെ സൗഖ്യം പ്രാപിച്ചതായിട്ട് നമുക്ക് തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. നാലാമതായിട്ട് നാം ചിന്തിക്കുന്നത് വിശ്വാസത്തിലൂടെ, വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് രോഗശാന്തി ലഭിക്കും. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയുള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ വിശ്വാസം ഉണ്ട് എന്ന് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് ശ്രദ്ധയോടെ അവനെ നോക്കി. ദൈവത്തിന് സ്തോത്രം. ഉടനെ അവന് സൗഖ്യമാകുവാൻ മനസ്സുണ്ട് എന്ന് ഹല്ലേലൂയ കണ്ട് ആ മനുഷ്യന് ദൈവം ഹല്ലേലൂയ പൂർണ്ണ സൗഖ്യം നൽകി കൊടുക്കുവാനിടയായിരുന്നു. അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാൻ വിശ്വാസമുണ്ടെന്ന് കണ്ടു. അവന് ഹല്ലേലൂയ കർത്താവ് അവനെ സൗഖ്യമാക്കുവാനിടയായി. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. ദൈവവചനം കേൾക്കുമ്പോൾ സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ സൗഖ്യത്തിന് കാരണമായി ഭവിക്കുകയാണ്. അങ്ങനെ സൗഖ്യമില്ലാതെ ഏതെങ്കിലും ജീവിത പ്രയാസത്തിലോ ഭാരത്തിലോ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലോ അതുപോലെ രോഗത്തിൽ ബന്ധത്തിലോ കഴിയുന്നെങ്കിൽ, നിങ്ങളൊരു പക്ഷേ ഏതെങ്കിലും രോഗത്തിന്റെ അടിമയാണെങ്കിൽ ആ രോഗത്തിൽ നിങ്ങൾക്ക് വിടുതൽ തരുവാൻ കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ അത്ഭുത സൗഖ്യം നിങ്ങളുടെ അടുത്ത് ഇറങ്ങി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങളാൽ നിങ്ങൾ ഭാരപ്പെട്ട് നിരാശപ്പെടുന്നെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ കരം ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ സ്പർശിക്കുവാൻ യേശുവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും രോഗത്താൽ നിങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരോ സ്നേഹിതരോ മറ്റ് അടുത്ത അയൽവാസികളോ ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവിടെയും അവർക്ക് വിടുതൽ സംഭവിപ്പാനിടയായിത്തീരും. ആ വിടുതല് അനുഭവിപ്പാൻ, ആ സന്തോഷം, രോഗശാന്തി അനുഭവിപ്പാൻ, ആ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം പ്രാപിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം എളിയ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് സഹായിക്കട്ടെ, നിങ്ങളെ അതിന് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഒരു ഭാരവും നിങ്ങളുടെ ജീവിതത്തിലില്ല. യേശു ക്രിസ്തുവിലൂടെയുള്ള സൗഖ്യം, യേശു ക്രിസ്തുവിലുള്ള വിടുതല് അത് സൗജന്യമാണ്. ആ സൗജന്യമായ രക്ഷയും ആ സൗജന്യമായ സൗഖ്യവും പ്രാപിച്ചെടുപ്പാൻ ഈ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സർവശക്തനായ ദൈവം കൃപ തരട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഈ സന്ദേശത്തിലൂടെ ഏതെങ്കിലും രോഗത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നെങ്കിൽ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു. യേശു നിങ്ങളെ സമാധാനം നൽകുവാൻ പോകുന്നു. യേശു നിങ്ങളുടെ ഏത് മാനസിക പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം തരുവാൻ പോകുന്നു. യേശു വിശ്വസിക്കുക. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യവും വിടുതലുമുണ്ടെന്ന്
ഞാൻ ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് സൗഖ്യം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ച് സൗഖ്യം ഏറ്റെടുക്കുക. രോഗശാന്തി ഏറ്റെടുക്കുക. കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുക. വചനത്തെ അനുസരിക്കുക. വചനപ്രകാരം മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം സർവശക്തനായ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.